യന്ത്രവൽകൃത നെൽകൃഷി പരിപൂർണ വിജയമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് പോത്താനിക്കാട് പുളിന്താനം പാടശേഖര സമിതി. 20 ഏക്കറിൽ നടത്തിയ നെൽകൃഷിക്ക് 100 മേനി വിളവാണ് ലഭിച്ചിരിക്കുന്നത്. വിത്ത് വിതയ്ക്കൽ ഒഴികെ വളമിടിയിൽ അടക്കമുള്ള മറ്റെല്ലാ ജോലികളും യന്ത്രസഹായത്തോടെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അന്യം നിന്നു പോകുന്ന നെൽകൃഷിയെ തിരികെ എത്തിക്കാൻ സർക്കാരും കൃഷിവകുപ്പും അശ്രാന്ത പരിശ്രമത്തിലാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ പിന്തുണയാണ് ഏറ്റവും അനിവാര്യം. ഇത്തരത്തിൽ നെൽകൃഷിയെ പുനരുദ്ധരിക്കാൻ തയ്യാറായി രംഗത്തു വന്നിരിക്കുകയാണ് പോത്താനിക്കാട് പഞ്ചായത്തിലെ പുളിന്താനം പാടശേഖര സമിതി. പഞ്ചായത്തിൽ ആകെ അവശേഷിക്കുന്ന 20 ഏക്കർ നെൽവയലുകളുടെ ഉടമസ്ഥരും പോത്താനിക്കാട് കൃഷിഭവനും ചേർന്നാണ് 20 ഏക്കറിൽ കൃഷി ഇറക്കിയത്. വിത്ത് വിതയ്ക്കൽ ഒഴികെ മറ്റെല്ലാ ജോലികളും യന്ത്രവൽകൃതമാക്കി വിജയിപ്പിച്ചിരിക്കുകയാണ് ഇവർ. ജ്യോതി എന്ന വിത്തിനം ഉപയോഗപ്പെടുത്തി മുണ്ടകൻ കൃഷിയാണ് നടത്തിയത്. ഇതേക്കുറിച്ച് പോത്താനിക്കാട് കൃഷി ഓഫീസർ ബോസ്മത്തായി വ്യക്തമാക്കുന്നു. കർഷകർ വളരെ ആഘോഷത്തിലാണ് ഇന്നത്തെ ഈ കുൽത്തു ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഏകദേശം ജ്യോതി ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. കർഷകർക്ക് കൃഷിഭവനിൽ നിന്നും അതിനാവശ്യമായിട്ടുള്ള നെൽവിത്തും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം യഥാസമയം കർഷകർക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു കൂട്ടം കർഷകരാണ് ഈ പാടശേഖരത്തിലുള്ളത്. ഒരേക്കർ വയലിൽ 30 കിലോ വിത്തിന് 3000 മുതൽ 3500 വരെ നെല്ല് കൊയ്തെടുക്കാവുന്ന ഇനമാണ് ജ്യോതി. നെൽകർഷകരോടൊപ്പം കൃഷിവകുപ്പ് അധികൃതരും പൂർണ്ണ പിന്തുണയോടെ രംഗത്തെത്തിയതാണ് കൃഷിയുടെ വിജയത്തിന് കാരണമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് പോൾ സി ജേക്കബ് വ്യക്തമാക്കി. ജ്യോതി ഇനത്തിൽപ്പെട്ട വിത്താണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ വിത്ത് തെരഞ്ഞെടുത്ത കാലം മുതൽ കൃഷിഭവന്റെ പൂർണ്ണമായ മേൽനോട്ടത്തിലാണ് നമ്മൾ കൃഷി നടത്തിയിരിക്കുന്നത്. കൃഷിയുടെ ഓരോ ഘട്ടത്തിലും അവരുടെ സേവനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 20ഓളം കർഷകരുടെ പാടമാണ് കൂടെ ഉള്ളത്. 20 ഏക്കർ 20ഓളം കർഷകരുടെ പാടമാണ്. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. നെൽക്കറ്റകൾ കൊയ്തെടുക്കാൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര, പോത്താനിക്കാട് ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജേക്കബ് വർഗീസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൂസി സന്തോഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ അനിൽ അബ്രഹാം, ഷീല റോയ്, മേഴ്സി ബിജു, വാർഡംഗങ്ങളായ പ്രദീപ് KC, ജിജി മാത്യു, വിൻസെന്റ് മേകുന്നൽ, മിനി സണ്ണി, അലിൻഷ റോബി, സീന സണ്ണി, സാബു വർഗീസ്, ജോബി വിജി, പാടശേഖര സമിതി അംഗങ്ങളായ വർഗീസ് PV, കൃഷി അസിസ്റ്റന്റുമാരായ സുഹറ TM, ഷെറീന KP എന്നിവരും സന്നിഹിതരായിരുന്നു. പാടശേഖരത്തിലേക്ക് ജലമെത്തിക്കുന്ന തോട് നാശോന്മുഖമായി കിടക്കുകയാണെന്നും ഇതിന് പരിഹാരം കാണണമെന്നും കൃഷി ഓഫീസർ ബോസ്മത്തായി ആവശ്യപ്പെട്ടു. ഇത് ഉടൻ തന്നെ പരിഹരിച്ചു നൽകാമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.